ചരിത്ര വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചാനലിൽ പല വീഡിയോസും ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ മുന്നോട്ട് വെച്ച ഒരു ടോപ്പിക്കാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. കാരണം 20-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിലും ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ റഷ്യൻ വിപ്ലവത്തിന് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ റഷ്യൻ വിപ്ലവം നടക്കുന്നത് 1917 അന്നത്തെ റഷ്യൻ സാമ്രാജ്യത്തിലാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ചെറിയ ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 1894 ഈ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലവനായിട്ട് റോമനോവ് ഡൈനാസ്റ്റിയിലെ നിക്കോളാസ് രണ്ടാമൻ അധികാരമേൽക്കുന്നത്. അദ്ദേഹം ഈ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനാവുമ്പോൾ സാർ നിക്കോളാസ് രണ്ടാമൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ റഷ്യൻ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിരുന്നു എന്ന് കാണാം. പടിഞ്ഞാറ് ഭാഗത്ത് ബാൾട്ടിക് കടൽ മുതൽ കിഴക്ക് ഭാഗത്ത് പസഫിക് മഹാസമുദ്രം വരെ നീണ്ടു പരന്നു കിടക്കുന്ന ആ കാലത്ത് ഏകദേശം 12.5 കോടിയോളം ജനസംഖ്യയുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഇത്. ഇനി ആ ഒരു കാലഘട്ടത്തിലെ ഈ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാ വിപ്ലവങ്ങളുടെയും കാര്യം പറയുന്ന പോലെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞതുപോലെ, ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് കാണാം. പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും തൊഴിലാളികളായിരുന്നു. ഈ തൊഴിലാളികളെ നമുക്ക് 2 കൂട്ടക്കാരായിട്ട് തിരിക്കാം. ഒന്ന്, കർഷക തൊഴിലാളികൾ, ഏതെങ്കിലും ഫാമുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ. സോ ഇവിടെ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭൂ ഉടമയുടെ വലിയ ജന്മിമാരുടെയൊക്കെ തോട്ടങ്ങളിൽ സർഫ് എന്ന പേരിൽ, അതായത് ഒരു അടിമപ്പടി പോലെ തന്നെ ജോലി ചെയ്യുന്ന കൂട്ടരായിരുന്നു ഇവിടുത്തെ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത്. ആ തൊഴിലിൽ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള വേതനമായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇനി രണ്ടാമത്തെ തരം തൊഴിലാളികൾ എന്ന് പറയുന്നത്, റഷ്യ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം സംഭവിച്ച ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഫാക്ടറികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഈ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗക്കാർ. അവർക്കും കൃത്യമായിട്ടുള്ള കൂലിയൊന്നും കിട്ടിയിരുന്നില്ല. ഫാക്ടറി മുതലാളിമാരുടെ ചൂഷണത്തിനൊക്കെ ഇവർ വിധേയരാവുന്നത് കാണാം. അപ്പോൾ ആ രീതിയിലായിരുന്നു ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നും മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലൊക്കെ മറ്റ് സാമ്രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇവിടുത്തെ ചക്രവർത്തിയുടെ കുടുംബം മാത്രമല്ല, ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ വളരെ ആഡംബരപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾ ആഡംബരപൂർണ്ണമായി മുന്നോട്ട് പോകുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാവും. അവിടുത്തെ ആളുകൾക്ക് രാജാവിനെതിരെയും അവിടുത്തെ ഭരണ സംവിധാനത്തിനെതിരെയും നല്ല രീതിയിലുള്ള അമർഷവും എതിർപ്പും ഉണ്ടായിരുന്നു. ഈ അമർഷവും എതിർപ്പും അവർ വെളിവാക്കുന്നത് 1905 എന്ന് കാണാം. 1905 റൂസോ ജാപ്പനീസ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. റഷ്യയും ജപ്പാനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റഷ്യ വളരെ ചെറിയ രാജ്യമായിട്ടുള്ള ഒരു ജപ്പാനുമായിട്ട് യുദ്ധം ചെയ്തിട്ടും ജപ്പാന് റഷ്യയെ തോൽപ്പിക്കാൻ സാധിക്കുകയാണ്. സോ റഷ്യൻ മിലിറ്ററിയുടെ അല്ലെങ്കിൽ റഷ്യയിലെ അപ്പോഴത്തെ പവർ വളരെ കുറവാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്നു. അതിനകത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു, വളരെ വയലൻ്റ് ആയിട്ടുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു എന്ന് കാണാം. അതിൽ 1905 ജനുവരി 22 ഗവൺമെൻറ്റിന് ഒരു പെറ്റീഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ വളരെ സമാധാനപരമായിട്ടൊരു പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇതിനെതിരെ അവിടുത്തെ ആർമി വെടിയുതിർക്കുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഇവൻറ്റിനെയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാജ്യം മുഴുവൻ പ്രതിഷേധങ്ങൾ കത്തുകയാണ്. രാജാവിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ പ്രതിഷേധം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവ് ഒരു നീക്കം മുന്നോട്ട് വെക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ കുറേ കാലമായുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യമായിരുന്നു, അവർക്കൊരു നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ജനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാജാവ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് ഡ്യൂമ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ പാർലമെൻറ്റൊക്കെ പോലെ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരിക്കും. അവർ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടും. ഒരു നാഷണൽ അസംബ്ലി പോലെ മുന്നോട്ട് പോകും. പക്ഷേ ഇത് വെറുതെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുക. ഈ ഡ്യൂമയ്ക്ക് വലിയ രീതിയിലുള്ള അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്യൂമ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മറികടക്കുന്നതിനുള്ള അധികാരം അപ്പോഴും ചക്രവർത്തിയുടെ കയ്യിൽ തന്നെയായിരുന്നു. എങ്കിലും ജനങ്ങൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം കൊടുക്കാൻ ഈ ഡ്യൂമ കൊണ്ട് സാധിച്ചു. പക്ഷേ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. രാജാവും പരിവാരങ്ങളും ലക്ഷറിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 1914 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ റഷ്യയും ഈ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി യുദ്ധം ചെയ്യുന്നു. യുദ്ധം തുടങ്ങിയതോടുകൂടി ആളുകളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണ്. അപ്പോൾ അവിടെ ഭക്ഷ്യധാന്യങ്ങളുടെ എല്ലാം വില കൂടുന്നു, വലിയൊരു ഭക്ഷ്യക്ഷാമം വരുന്നു. അപ്പോൾ അവിടുത്തെ വലിയ വലിയ ലാൻഡ് ഓണേഴ്സ് ഒക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ധാന്യങ്ങളെല്ലാം പൂഴ്ത്തി വെക്കാൻ തുടങ്ങുകയും ഈ കൃഷിക്കാർക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തൊന്നും ഉണ്ടാക്കാനും പറ്റുന്നില്ല, ഒന്നും മേടിക്കാനും പറ്റാത്തൊരവസ്ഥ വരികയും അവരുടെ അവസ്ഥ പരിതാപകരമാവുന്നു എന്ന് മാത്രമല്ല, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫാക്ടറികളൊക്കെ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നു. എന്നാൽ ഇവർ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും തുച്ഛമായിട്ടുള്ള വേതനം മാത്രമാണ് അവിടെ കിട്ടുന്നത്. അവരുടെ ആ ഒരു ചൂഷണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അവരുടെ അവസ്ഥയും പരിതാപകരമാവുന്നു. ഇനി
ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ നോക്കിയാലും റഷ്യയുടെ അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. റഷ്യൻ പട്ടാളക്കാർക്ക് വലിയ തിരിച്ചടിയാണ് അവർ യുദ്ധം ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നേരിടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പട്ടാളക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. രാജ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കർഷകരുടെയും തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ വളരെ മോശമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവിനെതിരെയും ഗവൺമെന്റിനെതിരെയും ഒരു പ്രതിഷേധത്തിന്റെ ആരംഭം രാജാവ് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാർ നിക്കോളാസ് രണ്ടാമൻ ജനങ്ങളുടെയൊക്കെ പ്രീതി പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സാഹസത്തിന് മുതിരുകയാണ്. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യൻ ആർമിയെ നയിക്കുകയാണ്. അദ്ദേഹം റഷ്യൻ ആർമിയെ നേരിട്ട് നയിക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത്, അദ്ദേഹം ഒരു സൈനിക പരിശീലനം കിട്ടിയ ആളോ അല്ലെങ്കിൽ ഒരു വലിയ സൈനിക മേധാവിയോ ഒന്നുമല്ല. പേരിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആർമിയെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല ടാക്ടിക്കുകളും വർക്കൗട്ട് ആവുന്നില്ല. പക്ഷേ അതിനെ എതിർത്ത് സംസാരിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല. യുദ്ധത്തിൽ വീണ്ടും റഷ്യൻ ആർമിക്ക് പരാജയം സംഭവിക്കുന്നു. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ രാജ്യം ഭരിക്കേണ്ട ചുമതല അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാജ്ഞിയുമായിട്ടുള്ള സാറീന അലക്സാണ്ട്രയുടെ തലയിലേക്ക് വരികയാണ്. പക്ഷേ ഈ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിൽ രാജാവിൻ്റെയും രാജ്ഞിയുടെയും അടുത്ത സുഹൃത്തായി അവിടുത്തെ ഭരണകാര്യങ്ങളിലെല്ലാം വലിയ രീതിയിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മിസ്റ്റിക്കിനെ പോലെ, ഒരു സന്യാസിയെ പോലെയൊക്കെ ആയിരുന്നാണ് പറയുന്നത്. അദ്ദേഹം രാജ്യകാര്യങ്ങളിലെല്ലാം വളരെ വലിയ രീതിയിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം രാജ്യത്തിന് ദോഷമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കും രാജ്യത്തിൻ്റെ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വലിയ വെറുപ്പാണ് ഉണ്ടായിരുന്നതെന്ന് കാണാം. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് റഷ്യൻ റവല്യൂഷന് കാരണക്കാരനായ സന്യാസി എന്നാണ്. ദ മോങ്ക് ബിഹൈൻഡ് റഷ്യൻ റവല്യൂഷൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ പദ്ധതി ഇടുന്നു. അപ്പോൾ ചരിത്രത്തിൽ പറയുന്നത് റഷ്യയിലെ അരിസ്റ്റോക്രാറ്റുകളും അവരോടൊപ്പം ബ്രിട്ടീഷ് ഏജന്റുകളും ചേർന്ന് ഇദ്ദേഹത്തെ വിഷം കൊടുത്തും വെടിവെച്ചും ഒക്കെ കൊന്നു എന്നാണ്. അപ്പോൾ അവിടുത്തെ അരിസ്റ്റോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം രാജ്യത്തെ ഭരിച്ചു മുടിക്കുകയാണ്. അതുകൊണ്ട് റാസ്പുട്ടിനെ കൊന്നേ പറ്റുകയുള്ളൂ. ബ്രിട്ടീഷുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ട് റഷ്യക്ക് വലിയ തോൽവി സംഭവിക്കുകയാണ്, ഇദ്ദേഹത്തെ കൊന്നേ പറ്റുകയുള്ളൂ. അങ്ങനെ റാസ്പുട്ടിൻ മരണപ്പെടുകയാണ്. പക്ഷേ അന്നേരത്തേക്കും അദ്ദേഹം ചെയ്യാനുള്ള എല്ലാ ഡാമേജും ചെയ്തിരുന്നു. ആ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ റഷ്യയിലെ രാജാവിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെ സ്ത്രീകൾ മുൻകൈ എടുത്തുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം നടത്തുകയാണ്. 1917 ഫെബ്രുവരി 23 ഈ പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ നമ്മൾ ചരിത്രരേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ 1917 മാർച്ച് 8 വനിതാ ദിനത്തിൻ്റെ അന്നാണ് പ്രതിഷേധം നടന്നത് എന്ന് കാണാം. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നമ്മളിന്ന് ഫോളോ ചെയ്യുന്നത് പോലെയുള്ള ഗ്രിഗോറിയൻ കലണ്ടർ ഫോളോ ചെയ്തപ്പോൾ റഷ്യൻ എംപയർ ആ കാലത്ത് ഫോളോ ചെയ്തിരുന്നത് ജൂലിയൻ കലണ്ടർ ആയിരുന്നു. ആ കലണ്ടർ സാധാരണ കലണ്ടറിനേക്കാൾ കുറച്ച് പിറകിലാണ്. അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് ഡിഫറൻസ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, സ്ത്രീകളുടെ പ്രതിഷേധം അവിടെ നടക്കുന്നു. സ്ത്രീകളുടെ പ്രതിഷേധത്തിലേക്ക് അവിടുത്തെ വർക്കേഴ്സും അവിടുത്തെ സ്റ്റുഡൻസും എല്ലാം ജോയിൻ ചെയ്യുകയും ഈ പ്രൊട്ടസ്റ്റ് വലിയൊരു പ്രൊട്ടസ്റ്റായി മാറുന്നു. അപ്പോൾ നിക്കോളാസ് രണ്ടാമൻ രാജാവ് അദ്ദേഹത്തിൻ്റെ ശേഷിക്കുന്ന ആർമി, രാജ്യത്ത് കുറച്ച് ആർമി മാത്രമേ ബാക്കിയുള്ളൂ, അവരുടെ അടുത്ത് ഉത്തരവിടുകയാണ് ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ആർമി ഈ ഒരു നിർദ്ദേശം സ്വീകരിക്കുന്നില്ല. അവർ കുറച്ച് ഹെസിറ്റൻ്റായി മാറി നിൽക്കുകയാണ്. രാജാവ് വീണ്ടും അവരെ ഫോഴ്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ പ്രതിഷേധത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആർമി പ്രതിഷേധത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവർ പ്രതിഷേധത്തെ അടിച്ചമർത്തുകയല്ല ചെയ്തത്, ഇവരും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ ഈ പ്രതിഷേധം ആളിപ്പടരുകയും രാജാവിന് ഈ പ്രതിഷേധത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. എല്ലാവരും രാജാവിനെ ഒരുപോലെ ഉപദേശിക്കുന്നു, നിങ്ങൾ അധികാരം ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി അധികാരം ഒഴിയുകയും 300 വർഷമായി റഷ്യൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന റോമനോവ് ഡൈനാസ്റ്റിക്ക് അന്ത്യം വരികയുമാണ് ചെയ്യുന്നത്. സോ ഈ തരത്തിൽ റഷ്യയിലുണ്ടായിരുന്ന ജൂലിയൻ കലണ്ടർ പ്രകാരം 1917 ഫെബ്രുവരി മാസത്തിൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയും റഷ്യയിൽ ജനാധിപത്യത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്ത ഈ വിപ്ലവത്തിനെയാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജഭരണം അവസാനിച്ചതോടുകൂടി നമ്മൾ മറ്റു വിപ്ലവങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു. അവിടുത്തെ നാഷണൽ അസംബ്ലിയുടെ കയ്യിലേക്ക് അധികാരമെല്ലാം വരുന്നു. അവർ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ആരംഭിക്കുന്നു. എന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരും. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയും ഒരു പുതിയ ഭരണ സംവിധാനത്തിലേക്ക് പോവുകയും ചെയ്യും. അത്രയും കാലവും ഒരു ഇടക്കാല ഗവൺമെൻറ് പോലെ ഈ പ്രൊവിഷണൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അന്നത്തെ നാഷണൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന കുറച്ചുകൂടി എലീറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു എന്ന് കാണാം. അവരൊക്കെ കുറച്ച് റൈറ്റ് വിങ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ സെൻട്രലിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളൊക്കെ ആയിരുന്നു. അതായത് ഡെമോക്രസി വരണം, ആളുകൾക്ക് അവകാശങ്ങൾ കിട്ടണം, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് മറ്റൊരു കൂട്ടർ കടന്നു വരികയാണ്. അവരെയാണ് പെട്രോഗ്രാഡ് സോവിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ സോവിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട്. സോവിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കൗൺസിൽ എന്നാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ധാരാളം രീതിയിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും, സോൾജിയേഴ്സ് ഉണ്ടാവും, റെയിൽവേ വർക്കേഴ്സ്, ടെലിഗ്രാം വർക്കേഴ്സ്, ഇങ്ങനെയുള്ള പല വർക്കേഴ്സ് ഉണ്ടാവും. ഇവരുടെ എല്ലാം കൂടി ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിലിനെയാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ പലതരത്തിലുള്ള പാർട്ടികളുണ്ടാവും. അപ്പോൾ ഈ പാർട്ടികളിൽ നിന്ന് പല ആളുകളും മത്സരിച്ച് ഈ കൗൺസിലിൽ വരികയും ഈ കൗൺസിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് സോവിയറ്റ്സ് എന്ന് പറയുന്നത്. പെട്രോഗ്രാഡ് എന്ന് പറയുന്നത് അന്നത്തെ റഷ്യൻ എംപയറിന്റെ തലസ്ഥാനമായിരുന്നു. ഇന്ന് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സോവിയറ്റ് ഗ്രൂപ്പായിരുന്നു പെട്രോഗ്രാഡ് സോവിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെട്രോഗ്രാഡ് സോവിയറ്റിൽ
സാമ്രാജ്യത്തിലെ പ്രധാനമായിട്ടും രണ്ട് പാർട്ടിയിലെ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് റഷ്യൻ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി എന്ന് പറയുന്നത്, രണ്ടാമത്തേത് മെൻഷെവിക് പാർട്ടി എന്ന് പറയുന്നത്. ഈ രണ്ട് പാർട്ടികളും കുറച്ചുകൂടെ സോഷ്യലിസം, കമ്മ്യൂണിസം ഒക്കെ പറഞ്ഞുള്ള കുറച്ചുകൂടെ ലെഫ്റ്റ് വിങ് ഐഡിയാസ് ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊവിഷണൽ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾ കുറച്ചുകൂടെ റൈറ്റ് വിങ്, സെൻട്രൽ ഐഡിയ പോലെയൊക്കെയുള്ള ഫോളോ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയിൽ ചില ഐഡിയോളജിക്കൽ ഡിഫറൻസുകളും ചില പവർ സ്ട്രഗിളുകളും ഒക്കെ വരുന്നത് കാണാം. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ കഥയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് റഷ്യയിലെ ഒരു പാർട്ടി സംവിധാനത്തെക്കുറിച്ച് കൂടി പറയുകയാണ്. റഷ്യയിൽ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയുണ്ട്. അവർ ഈ പെട്രോഗ്രാഡ് സോവിയറ്റ്സിലെ മെമ്പേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല റഷ്യയിൽ അതിന് മുന്നേ മറ്റൊരു പാർട്ടി കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടിയിൽ പിന്നീട് ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. ഈ പാർട്ടി രണ്ടായിട്ട് പിരിയുകയാണ്. അതിലൊരു വിഭാഗമാണ് മെൻഷെവിക്സ് എന്ന് പറയുന്നത്, മറ്റേ വിഭാഗത്തിനെയാണ് ബോൾഷെവിക്സ് എന്ന് പറയുന്നത്. റഷ്യൻ ഭാഷയിൽ ബോൾഷെവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി എന്നും മെൻഷെവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റി എന്നുമാണ്. പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടെന്ന് തിരിച്ചറിയുക. മെൻഷെവിക്, മൈനോറിറ്റി എന്നർത്ഥമുള്ള മെൻഷെവിക്കിലായിരുന്നു കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. ബോൾഷെവിക് പാർട്ടി വെറും ഒരു മൈനോറിറ്റി പാർട്ടി മാത്രമായിരുന്നു തിരിച്ചറിയുക. അപ്പോൾ ആ മെൻഷെവിക്സും മറ്റൊരു പാർട്ടിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയുമായിരുന്നു പെട്രോഗ്രാഡ് സോവിയറ്റ്സിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ. അപ്പോൾ അവരുടെ ഇടയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊവിഷണൽ ഗവൺമെന്റിലെ മറ്റാളുകളുടെ ഇടയിലും പവർ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡ്യുവൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഡ്യുവൽ പവർ എന്നുള്ള രീതിയിലായിരുന്നു ഈ കാലത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പെട്രോഗ്രാഡ് സോവിയറ്റ്സ് കുറച്ചുകൂടി ലെഫ്റ്റ് വിങ് ഒക്കെ ആയിരുന്നുവെങ്കിലും ഒരു കാര്യത്തിൽ അവർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തു, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറേണ്ട, സഖ്യകക്ഷികൾക്ക് തങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അതുപോലെ തന്നെ പാലിക്കണം എന്നുള്ള ആഗ്രഹം ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ബോൾഷെവിക് പാർട്ടിയുടെ ഒരു വലിയ നേതാവായിരുന്നു വ്ളാഡിമിർ ലെനിൻ എന്ന് പറയുന്നത്. ലെനിൻ റഷ്യയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്, അദ്ദേഹം സ്വിറ്റ്സർലൻഡിലായിരുന്നു. രാജാവിനെതിരെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് നാട് കടത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ലെനിൻ സ്വിറ്റ്സർലൻഡിൽ ഇരുന്നുകൊണ്ട് റഷ്യയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. ഒന്ന്, റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും റഷ്യയിലെ ആളുകൾക്ക് സമാധാനം കൊടുക്കുകയും വേണം. രണ്ട്, റഷ്യയിലെ ഭൂമി അവിടുത്തെ കർഷകർക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് കർഷകർക്ക് ഭൂമി വിട്ടുകൊടുക്കണം. മൂന്നാമത്തേത്, എല്ലാ അധികാരവും സോവിയറ്റ്സിന് കൊടുക്കണം. ഓൾ പവർ ടു സോവിയറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ പറയുന്നത്. സോവിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പെട്രോഗ്രാഡിൽ മാത്രമല്ല റഷ്യയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ സോവിയറ്റ്സ് അല്ലെങ്കിൽ കൗൺസിലുകൾ ഉയർന്നു വരികയാണ്. അധികാരം ശരിക്കും അവരുടെ കയ്യിൽ, തൊഴിലാളികളുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത്. അവരാണ് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും അദ്ദേഹം ജർമ്മൻകാരുടെ സഹായത്തോടു കൂടി റഷ്യയിലേക്ക് തിരിച്ചു വരികയാണ്. ജർമ്മൻകാർ ഇദ്ദേഹത്തെ സഹായിക്കാൻ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം വീണ്ടും റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന വിപ്ലവങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ നടക്കുകയും റഷ്യൻ ആർമിയുടെ ശക്തി വീണ്ടും ക്ഷയിക്കുകയും റഷ്യ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്യും. കാരണം റഷ്യ ജർമ്മനിക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാൾ യുദ്ധത്തിനെതിരെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇയാളെ റഷ്യയിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും അത് ജർമ്മനിക്ക് ഒരു അഡ്വാൻറ്റേജായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ക്ലോസ്ഡ് ട്രെയിനിൽ ഇദ്ദേഹത്തെ ജർമ്മനി വഴി റഷ്യയിലേക്ക് വിടുകയാണ്. കാരണം ട്രെയിൻ തുറന്നു കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ആളുകളുമായിട്ട് ഇദ്ദേഹം വിപ്ലവം സംസാരിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ക്ലോസ്ഡ് ട്രെയിനിൽ ലെനിനെ റഷ്യയിലേക്ക് അയക്കുകയാണ്. ഇങ്ങനെ ലെനിൻ റഷ്യയിലേക്ക് തിരിച്ചു വരികയും ബോൾഷെവിക് പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ജനങ്ങളോട് വലിയ രീതിയിൽ പ്രസംഗിക്കാനും സംവദിക്കാനും തുടങ്ങുകയും ചെയ്യുന്നു. മൂന്ന് വാഗ്ദാനങ്ങളാണ് ഇദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ബ്രെഡ്, പീസ്, ലാൻഡ്. ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം. റഷ്യയിലെ ജനങ്ങൾ ഭക്ഷണമില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യം അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. രണ്ടാമത്തേത് ലാൻഡ്. കർഷകന് സ്വന്തമായിട്ടുള്ളതാണ് ഭൂമി, അത് ഏതെങ്കിലും ജന്മിയുടെ കീഴിൽ ഇരിക്കേണ്ടതല്ല. കർഷകന് ഭൂമി കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ഈ ബ്രെഡ് എന്ന് പറഞ്ഞുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നു. മൂന്നാമത്തേത് പീസ് അല്ലെങ്കിൽ സമാധാനം. ഈ യുദ്ധത്തിൽ നിന്നെല്ലാം റഷ്യ പുറത്തേക്ക് പോകണം. ജനങ്ങൾക്ക് വേണമെങ്കിലാണ് രാജ്യം യുദ്ധം ചെയ്യേണ്ടതല്ലാതെ രാജാവിൻ്റെ ആവശ്യപ്രകാരമല്ല. അതുകൊണ്ട് റഷ്യക്ക് സമാധാനം വേണമെന്ന് പറയുന്നു. അപ്പോൾ റഷ്യയിലെ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രൊവിഷണൽ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ഈ പ്രൊവിഷണൽ ഗവൺമെൻറ് വോട്ടവകാശത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിനെ കുറിച്ചൊക്കെ മാത്രമാണ് സംസാരിക്കുന്നത്. റഷ്യയിലെ ജനങ്ങൾക്ക് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നത് ലെനിൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഈ ബോൾഷെവിക് ആശയങ്ങളിൽ ആകൃഷ്ടരാവുകയും ബോൾഷെവിക് പാർട്ടിക്ക് റഷ്യയിൽ വലിയൊരു ജനസമ്മതി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഗ്രൗണ്ട് ലെവലിൽ ബോൾഷെവിക് പാർട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ആളുകളുടെയും അടുത്ത് ചെന്ന് സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 1917 ജൂൺ മാസത്തിൽ വെറും 40,000 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബോൾഷെവിക് പാർട്ടിയിൽ 1917 സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴേക്കും 2 ലക്ഷം അംഗങ്ങളായി മാറുന്നു. അപ്പോൾ ഈ സമയത്ത് ജൂലൈ ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേനും റഷ്യൻ ആർമിക്ക് ഓസ്ട്രിയൻ ബോർഡറിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുകയാണ്. അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ എല്ലാ മൊറാലും നഷ്ടപ്പെടുകയും അവർ തിരിച്ചു വരികയും ഗവൺമെന്റിനെതിരെ വലിയൊരു പ്രതിഷേധം നടത്തുകയും ഈ പ്രതിഷേധത്തിൽ ബോൾഷെവിക് പാർട്ടിയുടെ സപ്പോർട്ട് അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. സോ ഓൾ പവർ ടു സോവിയറ്റ്സ് എന്ന് പറഞ്ഞുള്ള ബോൾഷെവിക് പാർട്ടിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരവിടെ വലിയ പ്രതിഷേധം നടത്തുന്നത്. ഈ പ്രതിഷേധത്തെ ഗവൺമെന്റ്, അന്നേരം ഉണ്ടായിരുന്ന പ്രൊവിഷണൽ ഗവൺമെന്റ്, അടിച്ചമർത്തുകയും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ജയിലിലടക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വ്ളാഡിമിർ ലെനിൻ ജോസഫ് സ്റ്റാലിൻ്റെ സഹായത്തോടു കൂടി ഫിൻലൻഡിലേക്ക് രക്ഷപ്പെടുകയാണ്. കോൺസ്റ്റന്റീൻ ഇവാനോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ള പാസ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഫിൻലൻഡിലേക്ക് രക്ഷപ്പെടുന്നത്. ഈ പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് കെട്ടടങ്ങി കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കി അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് റഷ്യയിലെ ജനങ്ങളുടെ ഇടയിൽ ബോൾഷെവിക് പാർട്ടിയുടെ സ്വാധീനം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുകയാണ്. അതിനെയാണ് 1917 ഓഗസ്റ്റിലെ കോർണിലോവ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. റഷ്യൻ ആർമിയിലെ ഒരു ജനറലായിരുന്നു ജനറൽ കോർണിലോവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈന്യത്തിന് വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചരിത്രകാരന്മാരെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ശ്രമം നടത്തുകയാണ്. അല്ലെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ചില തകരാറുകളുടെ ഭാഗമായിട്ട് രാജ്യ തലസ്ഥാനത്തിന്റെ അധികാരം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്തു എന്നുള്ളൊരു തെറ്റായ വാർത്ത അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ വാർത്തയുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ധാരണയുടെ ഭാഗമായിട്ടോ ഒരു സൈനിക അട്ടിമറി നടത്തി അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ കോർണിലോവും അദ്ദേഹത്തിന്റെ കീഴിലുള്ള കുറേ ആർമിയും പെട്രോഗ്രാഡിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന അലക്സാണ്ടർ കെറൻസ്കി ബോൾഷെവിക്കുകളുടെ സഹായം ചോദിക്കുകയാണ്. കാരണം അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജനസമ്മതി ഉണ്ടായിരുന്നു. അങ്ങനെ ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ലിയോം ട്രോൺസ്കിയുടെ നേതൃത്വത്തിൽ റെഡ് ഗാർഡ്സ് എന്ന് പറഞ്ഞുള്ള ഒരു വലിയ ആർമി തന്നെ അവർ രൂപീകരിക്കുകയും തലസ്ഥാനമായിട്ടുള്ള പെട്രോഗ്രാഡിനെ പല സ്ഥലങ്ങളിലും പോയി അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ഈ ബോൾഷെവിക്കുകൾക്ക് അവിടുത്തെ വർക്കേഴ്സിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടുത്തെ റെയിൽവേ വർക്കേഴ്സ് ഒരു വലിയ സ്ട്രൈക്ക് നടത്തുകയും ട്രെയിനുകളൊന്നും ഓടാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ജനറൽ കോർണിലോവിന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സൈനികരെ പെട്രോഗ്രാഡിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ ഈ അട്ടിമറി ശ്രമത്തെ ഇവർ വളരെ നല്ല രീതിയിൽ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ റഷ്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലസ്ഥാനത്തെയും അവരുടെ ഗവൺമെന്റിനെയും ആ രാജ്യത്തിന്റെ സുരക്ഷയും തന്നെ സംരക്ഷിച്ചത് ബോൾഷെവിക്കുകളാണ് എന്ന് അവർ തിരിച്ചറിയുകയും ബോൾഷെവിക്കുകൾക്ക് വീണ്ടും റഷ്യയിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സെപ്റ്റംബർ മാസത്തിൽ പെട്രോഗ്രാഡ് സോവിയറ്റിലേക്ക് നടത്തുന്ന ഇലക്ഷനിൽ ബോൾഷെവിക്കുകൾ ശരിക്കും അവിടുത്തെ മജോറിറ്റിയായി മാറുന്നു. അവരുടെ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർ അവിടുത്തെ മെജോറിറ്റി പാർട്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫിൻലൻഡിലുണ്ടായിരുന്ന ലെനിൻ വീണ്ടും റഷ്യയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ അപ്പോഴും പ്രൊവിഷണൽ ഗവൺമെന്റിൽ അവർക്ക് ഭൂരിപക്ഷമില്ല. പെട്രോഗ്രാഡ് സോവിയറ്റ്സിൽ മാത്രമേ അവർക്ക് ഭൂരിപക്ഷമുള്ളൂ. അപ്പോൾ ലെനിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വരികയാണ്. ഗവൺമെന്റിൽ ഭൂരിപക്ഷം കിട്ടാനോ അധികാരം പിടിച്ചടക്കാനോ നമുക്കിനി വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊരു സായുധ വിപ്ലവത്തിലേക്ക് വരും, റവല്യൂഷൻ നടത്തി നമ്മൾ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും 2-നെതിരെ 10 വോട്ടുകൾക്ക് ഈ നിർദ്ദേശം പാസ്സാവുകയും അങ്ങനെ അന്നത്തെ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ ആസ്ഥാനമായിട്ടുള്ള വിന്റർ പാലസിലേക്ക് ബോൾഷെവിക് പാർട്ടിക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ റെഡ് ആർമിയും ഇരച്ചു കയറുകയും എല്ലാ സ്ഥാനങ്ങളും ഒരു കൈയടക്കുകയും അവിടെ വലിയൊരു അട്ടിമറി നടത്തുകയുമാണ് ചെയ്യുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അലക്സാണ്ടർ കെറൻസ്കി അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ അട്ടിമറിച്ചുകൊണ്ട് ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുന്നത് 1917 ഒക്ടോബർ മാസത്തിലാണ് എന്ന് കാണാം. അതുകൊണ്ടാണ് ഇതിനെ ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ഒക്ടോബർ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ലെനിൻ അവിടുത്തെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സിനെ അഭിസംബോധന ചെയ്യുകയും നിലവിലുണ്ടായിരുന്ന ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ബോൾഷെവിക്കുകൾ അധികാരത്തിലെത്തിയതായി പ്രഖ്യാപിക്കുകയും ആദ്യ നാളുകളിൽ തന്നെ 2 പ്രധാനപ്പെട്ട ഡിക്രികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഡിക്രി ഓൺ ലാൻഡ്, ഡിക്രി ഓൺ പീസ് എന്നാണ് ഈ 2 ഡിക്രികളുടെ പേര്. ഡിക്രി ഓൺ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് രാജ്യത്ത് സമാധാനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഡിക്രി ഓൺ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മിമാരുടെയും അവിടുത്തെ ചർച്ചിൻ്റെയും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയെല്ലാം പിടിച്ചെടുത്ത് കർഷകർക്ക് വീതിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൂപരിഷ്കരണം എന്ന് തന്നെ പറയാം. അത് അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതിന് പിറകെ ഒരുപാട് തീരുമാനങ്ങൾ അവിടെ നടപ്പിലാക്കുന്നത് കാണാം. അങ്ങനെ ലെനിൻ്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഒരു ഭരണ സംവിധാനത്തിനെതിരെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും പലതരത്തിലുള്ള എതിർപ്പുകൾ വരികയാണ്. 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട എതിർപ്പുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജഭരണം തന്നെയാണ് നല്ലത്, രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം, സാർ ചക്രവർത്തിമാരുടെ ഭരണം വീണ്ടും ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. അവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനം വന്നപ്പോൾ ഏറ്റവും വലിയ പണി കിട്ടിയ ആളുകളാണ് അവർ. അവരുടെ കയ്യിലുള്ള ഭൂമിയൊക്കെ എടുത്ത് കർഷകർക്ക് കൊടുത്തു. അതായത് പഴയ ജന്മിമാരും മുതലാളിമാരൊക്കെ ആയിരുന്നു. അവരൊരു ഭാഗത്ത് നിൽക്കുന്നു. മാത്രമല്ല നോൺ റഷ്യൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാണാം. നിക്കോളാസ് രണ്ടാമൻ അധികാരം ഏറ്റെടുത്തപ്പോൾ 194 ഡിഫറൻറ്റ് എത്നിസിറ്റിയിലുള്ള ആളുകൾ ആ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഉക്രൈനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരെല്ലാം ഗവൺമെൻറ്റിനെതിരെ തിരിയുകയും ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് മറ്റൊരു ഭരണ സംവിധാനം മതി എന്ന് പറഞ്ഞിട്ട് എതിർപ്പ് മുന്നോട്ട് വെക്കുന്നു. ഇനി എതിർപ്പ് ഉന്നയിക്കുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളായിരുന്നു. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ. അവരെന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ റഷ്യയും ജർമ്മനിയും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു സൗഹൃദമാണ് ഇപ്പോൾ ഉള്ളത്. 1-ാം ലോക മഹായുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ജർമ്മനിയോടൊപ്പം ചേർന്ന് നിന്ന് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളുടെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുന്നതെന്ന് അമേരിക്ക, ഇംഗ്ലണ്ടൊക്കെ പറയുന്നു.
പക്ഷേ സത്യത്തിൽ അതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു എന്ന് കാണാം. റഷ്യയിൽ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വന്നപ്പോൾ ഒരു കമ്മ്യൂണിസത്തിലേക്കാണ് USSR പോകുന്നത് എന്ന് നമുക്ക് കാണാം. സോ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി അവർ മാറുന്നു. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ലോകം മുഴുവൻ കമ്മ്യൂണിസം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുളയിലെ നുള്ളുക എന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണാം. സോ ബോൾഷെവിക്കുകളുടെ ഭാഗമായി രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ആളുകളെ റെഡ്സ് എന്നാണ് വിളിക്കുന്നത്. റെഡ് ആർമി എന്ന് പറഞ്ഞുള്ള ഒരു ആർമിയാണ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ഇവരെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ്സും റെഡ്സും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിനെയാണ് റഷ്യൻ ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ റഷ്യൻ സിവിൽ വാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സിവിൽ വാറിൽ റെഡ്സിനാണ് വിജയം വരുന്നത്. ഈ എതിർത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഇവർ വിജയിക്കുകയും അതിൻ്റെ ഭാഗമായി യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ രാജ്യം തന്നെ 1922-23 കാലഘട്ടത്തിൽ നിലവിൽ വരികയും 1924 അവർക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയും അങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. സോ ലോക ഭൂപടത്തിൽ USSR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൻ ശക്തിക്ക് ആരംഭം കുറിച്ച ഈ സംഭവ വികാസങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ റഷ്യൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ റഷ്യൻ റവല്യൂഷൻ എല്ലാം തികഞ്ഞൊരു റവല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട് എന്ന് കാണാം. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ജനങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ കൊടുത്തത് ആ വാഗ്ദാനങ്ങളൊക്കെ ഇവർക്ക് നിറവേറ്റാൻ സാധിച്ചു. കർഷകർക്ക് ഭൂമി കൊടുക്കാൻ സാധിച്ചു, ആളുകളുടെ പട്ടിണി മാറ്റാൻ ഇവർക്ക് സാധിച്ചു എന്ന് മാത്രമല്ല രാജ്യത്ത് ചെറിയ രീതിയിലെങ്കിലും സമാധാനം കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ലോകത്തിലെ പല പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഡെമോക്രസികളും സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുക മുതലായ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ USSRന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് കോട്ടങ്ങളും ഉണ്ടായിരുന്നു എന്ന് കാണാം. കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഒരു സിംഗിൾ പാർട്ടി റൂൾ, ഒറ്റ പാർട്ടിയുടെ ഭരണത്തിലേക്ക് ആ രാജ്യം പോവുകയും അത് പിന്നീട് ആ രാജ്യത്ത് ഡിക്റ്റേറ്റർഷിപ്പിനും ഏകാധിപത്യത്തിനൊക്കെ കാരണമാവുകയും അത് കുറേ കാലങ്ങൾക്ക് ശേഷം USSRന്റെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അങ്ങനെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിൻ്റെ ലോക ചരിത്രത്തിൽ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ റഷ്യൻ റവല്യൂഷനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റഷ്യൻ റവല്യൂഷൻ നടന്നതുകൊണ്ടാണ് USSR ഉണ്ടായത്. അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൻ ശക്തിക്കെതിരെ നിൽക്കാനും ഇവരുടെ ഇടയിൽ കോൾഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ എപ്പിസോഡ് ഉണ്ടാവാനും കാരണമായത് ഈ USSR ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, 1790-കളിൽ തന്നെ ഒരു ഭരണഘടനയോടുകൂടി നിലവിൽ വരാൻ USA സാധിക്കുന്നുണ്ട്. അതിന് 133 വർഷങ്ങൾക്ക് ശേഷമാണ് USSR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാകുന്നത്. സോ അത്രയും കാലശേഷം ഇവർ ഉണ്ടായിട്ട് പോലും അമേരിക്കയ്ക്ക് ഒപ്പം വളരാനും അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താനും ഇവർക്ക് സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് തിരിച്ചറിയുക. ഇതിനെല്ലാം കാരണമായത് 1917-ൽ നടന്ന റഷ്യൻ വിപ്ലവമാണ് എന്നുകൂടി മനസ്സിലാക്കുക. സോ എന്താണ് റഷ്യൻ വിപ്ലവം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.